വെൽക്കം ടു ഷെർനാസ് വേൾഡ്. അപ്പം നമ്മളിന്നൊരു ചെറിയൊരു ഷോപ്പിംഗ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ അത്ര വലിയ ഷോപ്പിംഗ് ഒന്നുമല്ല, നമ്മുടെ കുഞ്ഞാവർക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ മേടിക്കാനാണ് നമ്മൾ ഇന്ന് വന്നേക്കുന്നത്. ആദ്യം തന്നെ ഞാൻ പോയെടുത്ത കുഞ്ഞാവക്കുള്ളൊരു കെട്ടുടുപ്പാണ്. ഇതിനെ ജബ്ലാസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു 5 പാക്കിൻ്റെ പാക്കറ്റാണ്. അപ്പോൾ ഇതിന് 2 എടുത്തും. പിന്നെ ഞാൻ എടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു റിസീവിങ് ടവലാണ്, വൈറ്റ് കളറും. ഇത് നമുക്ക് ലേബർ റൂമിൽ ആദ്യം കൊടുക്കേണ്ടത് ഈ ഒരു വൈറ്റ് കളർ ടവലാണ്. അപ്പോൾ അതൊരെണ്ണം എടുത്ത് ഞാൻ. പിന്നെ കുഞ്ഞാവക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ടർക്കീസ് എടുത്ത് ഞാൻ. ടർക്കി എന്ന് പറയുമ്പോഴത്തേക്കും കുറേ അത്യാവശ്യം വേണ്ടി വരും എന്നാണ് ചേച്ചി പറഞ്ഞത്. അപ്പം ഞാൻ ഒരു 4 ടർക്കിയും കൂടി അവിടെ നിന്ന് എടുത്ത്. പിന്നെ പല മോഡലിലെ കുറേ ടർക്കീസ് ഉണ്ട് അവിടെ. നമുക്കത് ഏതെടുക്കണമെന്നുള്ള കൺഫ്യൂഷൻസ് ആയിരിക്കും അവിടെ ചെല്ലുമ്പോഴത്തേക്കും. പിന്നെ ഞങ്ങൾ കുഞ്ഞാവക്ക് ഒരു ബ്ലാങ്കറ്റ് പോലത്തെ ഒരു ടർക്കിയും കൂടി മേടിക്കാമെന്ന് ഉദ്ദേശിച്ച്. ഈ ഒരു ബ്ലൂവും വൈറ്റും ആണ് എനിക്ക് ഇഷ്ടപ്പെട്ട ബ്ലാങ്കറ്റ് ടർക്കി. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ഈ വൈറ്റും എല്ലാം കൂടി കളറായിരുന്നു. അപ്പോൾ അതാണ് ഞങ്ങൾ എടുത്തത്. പിന്നെ കുഞ്ഞാനെ കുളിപ്പിക്കുമ്പോൾ ആവശ്യമായിട്ടുള്ള റബ്ബർ ഷീറ്റ് നോക്കി എണ്ണ തേപ്പിച്ച് കിടത്താനൊക്കെ ആയിട്ടുള്ള. അപ്പോൾ അതും ഒരെണ്ണം നോക്കി ഈ ഒരു ഗ്രീൻ കളറാണ് ഞങ്ങൾ എടുത്തത് റബ്ബർ ഷീറ്റ്. പിന്നെ നോക്കിയത് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രൈ ഷീറ്റാണ്. കുഞ്ഞാനെ ബെഡിൽ കിടത്തുമ്പോൾ ഉപയോഗിക്കാനായിട്ടാണ് ഡ്രൈ ഷീറ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതൊരു 3 സെറ്റ് ഞാൻ എടുത്ത്. പിന്നെ കുഞ്ഞാവക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള തോന്നിയ ഡ്രസ്സാണ് എനിക്ക് ഈ ഒരു റോംബർ സെറ്റ്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേർക്ക് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അതിന് ആ ഒരു 2 എടുത്ത്. അവിടെ ചെന്നപ്പോൾ നല്ല കൺഫ്യൂഷനായിരുന്നു. എല്ലാം പല പല മുകളിൽ ഏതെടുക്കണമെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ലാസ്റ്റ് ആ സ്മൈലിൻ്റെ ഒരു പീച്ച് കളറും പിന്നെ ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മിക്കി മൗസിൻ്റെ ഒരു സെറ്റാണ് ഞാൻ എടുത്തത്. പിന്നെ ഞാൻ എടുത്തത് ഒരു ഫേസ് ടവലിൻ്റെ ഒരു പാക്കറ്റാണ്. ഇത് കുഞ്ഞിന് പാലൊക്കെ കൊടുത്തു കഴിയുമ്പോൾ തുടക്കാനായിട്ട് നമുക്ക് ഉപകരിക്കും. പിന്നെ എനിക്ക് തോന്നുന്നു കുഞ്ഞാവയുടെ മാത്രമല്ല, ന്യൂ ബോൺ ബേബീസിലോട്ട് ഒരു 1 ഇയർ ബേബിയുടെ വരെ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഈ കടയിൽ നമുക്ക് കിട്ടുന്നതാണ്. അതുപോലെ കുഞ്ഞിനെ കുളിപ്പിച്ച് കഴിയുമ്പോൾ തുടക്കാനായിട്ടൊരു ബാത്ത് ടവലിൻ്റെ ഒരു സെറ്റ് എടുത്ത്. അതൊരു 3 പാക്കറ്റിൻ്റെ പാക്കായിട്ടാണ് വരുന്നത്. അപ്പോൾ അതൊരെണ്ണം ഞാൻ എടുത്തു. അയ്യോ, ഷോപ്പിനെ കുറിച്ച് ഞാൻ പറയാൻ മറന്നുപോയി. ഷോപ്പിൻ്റെ പേര് ഡാലിയ എന്നാണ്. എറണാകുളത്തുള്ള ബ്രോഡ്വേയിലുള്ളൊരു ഷോപ്പാണ്. ഇപ്പം നിങ്ങൾക്ക് ഈ ഷോപ്പിൽ പോകണം എന്നുണ്ടെങ്കിൽ മാപ്പിൽ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. അപ്പം തന്നെ ലൊക്കേഷൻ കിട്ടുന്നതാണ്. ഇവിടെ ഹോൾസെയിലും ഉണ്ട്, റീറ്റെയിലും ഉണ്ട്. ഇപ്പം ഞാൻ റീറ്റെയിലായിട്ടാണ് എടുക്കുന്നത്. റീറ്റെയിലായിട്ട് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ആ പ്രൈസിൻ്റെ 5% ഡിസ്കൗണ്ടിലാണ് നമുക്ക് റേറ്റ് കുറച്ച് കിട്ടുന്നത്. കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല അമ്മമാർക്കുള്ള സാധനങ്ങൾ അവിടെ ഉണ്ട്. ഞാനപ്പോൾ അവിടെ നിന്ന് 2 മെറ്റർണിറ്റി പാഡ് എടുത്തായിരുന്നു. പിന്നെ നമ്മളെടുത്തത് കുഞ്ഞുവിനെ ക്യാരി ചെയ്ത് പോകാനായിട്ടുള്ള ക്യാരി ബാഗാണ്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല റേറ്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഒരു ലോ റേറ്റ് ഉണ്ട്, മിഡിൽ റേറ്റ് ഉണ്ട്, ഹൈ റേറ്റ് ഉണ്ട്. അത് ഓരോ ക്വാളിറ്റി അനുസരിച്ചാണ് ആ റേറ്റ് വരുന്നത്. അപ്പോൾ നമ്മളിത് തൊട്ട് നോക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടി ബെറ്ററായിട്ട് എനിക്ക് തോന്നിയത് മിഡിലായിട്ടുള്ള റേറ്റിൻ്റെയാണ്. അപ്പോൾ ഞാൻ അതാണ് എടുത്തത്. പിന്നെ പലതരം നെറ്റ് ബെഡുകൾ ഉണ്ടായിരുന്നു. പിന്നെ ഇതാ 1 ഇയർ ബേബിക്ക് പറ്റിയ ഡ്രസ്സുകളാണ് എല്ലാം കിടക്കണം. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ നമ്മളൊന്നും കിടക്കാൻ ആയിട്ടില്ലല്ലോ. പിന്നെ ഞാൻ ഒരു നെറ്റ് ബെഡ് എടുത്ത്. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കണ ആ ഒരു സ്ട്രൈപ്പ് മോഡലാണ് നെറ്റ് ബെഡ് ഞാൻ എടുത്തതും. പിന്നെ നമ്മൾ അതേപോലെ ഡൈപ്പർ നോക്കിയായിരുന്നു. വാഷബിൾ ഡൈപ്പർ ഇല്ലേ, റീയൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലോത്ത് ഡൈപ്പറാണ് എടുത്തത്. പിന്നെ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള ക്യാപ്പും മിറ്റലും അത് 2 പാക്കറ്റ് എടുത്ത സെറ്റ്. പിന്നെ കുഞ്ഞു സോക്സിൻ്റെ ഒരു പാക്കറ്റും കൂടി വാങ്ങിച്ചായിരുന്നു. അതൊരു 5 പാക്കിൻ്റെ ഒരു പാക്കറ്റായിരുന്നു അത്. പിന്നെ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള ബേബി വൈപ്സ് ഞാൻ നോക്കിയായിരുന്നു. പക്ഷേ ബേബി വൈപ്സ് ഞാൻ ഉദ്ദേശിച്ച കമ്പനിയുടെ ഉണ്ടായിരുന്നില്ല. അവിടെ കൂടുതലും ഹിമാലയയുടെ ഐറ്റംസാണ് കൂടുതലും ഉണ്ടായിരുന്നത്. പക്ഷേ ഹിമാലയയുടെ യൂസ് ചെയ്യാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. പിന്നെ സോപ്പിൻ്റെ കാര്യത്തിൽ സെബാമിഡ് മേടിക്കണമെന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ റേറ്റ് കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഫിക്സ് ചെയ്ത് സെബാമിഡ് വേണ്ട എന്നുള്ളത്. പിന്നെ ഒരു മീമിയുടെ ഒരു സോപ്പ് ഉണ്ടായിരുന്നു, അത് മേടിക്കണമെന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ എന്തോ എൻ്റെ മനസ്സിൽ വേറൊരു കമ്പനി ആയതുകൊണ്ടിട്ട് ഞാനത് എടുത്തില്ല. പിന്നെ ഫോണിൽ ഞാൻ ഇതുപോലെ ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടാണ് ഞാൻ പോയത്. ഇതാകുമ്പോഴത്തേക്ക് നമ്മൾ ഒന്നും മറന്നു പോകാതെ എല്ലാം നോട്ട് ചെയ്ത് നമുക്ക് മേടിക്കാമെന്നുള്ള രീതിയിലാണ് ഞാനത് ടൈപ്പ് ചെയ്ത് വെച്ചിട്ട് പോയതും. പിന്നെ അതേപോലെ ബേബി കെയർ കിറ്റ് കണ്ടായിരുന്നു. ഇത് അത്യാവശ്യമാണ്, പക്ഷെ ഇപ്പം നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാനത് വാങ്ങിച്ചില്ല. പിന്നെ ഞാൻ ഒരു ഫീഡിങ് ബോട്ടിൽ വാങ്ങി. ഇത് അത്യാവശ്യമാണോ ഇല്ലയെന്ന് അറിയില്ല, പക്ഷെ എനിക്കത് അത്യാവശ്യമായിട്ട് തോന്നി. കാരണം ഇപ്പോൾ ജസ്റ്റ് പാലില്ലെങ്കിൽ പോലും നമുക്ക് ആ ഫീഡിങ് ബോട്ടിൽ വേണം. ഇതാകുമ്പോഴത്തേക്കും നമുക്ക് ചൂടുവെള്ളത്തിലേക്ക് ഇട്ട് സ്റ്റെറിലൈസ് ചെയ്തിട്ട് കൊണ്ടുപോകാമല്ലോ. അതുകൊണ്ട് ഞാൻ നേരെ ഒരു ഫീഡിങ് ബോട്ടിൽ വാങ്ങിച്ച്. അപ്പോൾ ഇവിടെ കുഞ്ഞു കുട്ടികളൊക്കെ ആകർഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കുറേ ടോയ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. കുഞ്ഞു കുട്ടികളെ മാത്രമല്ല, അത് മുതിർന്നവരെ ആകർഷിപ്പിക്കും. ഇതൊരു ചെറിയൊരു കടയാണെങ്കിൽ പോലും നല്ല ഭംഗിയാണ് അത് കാണാൻ. അതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതെടുക്കണമെന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിരിക്കും. എല്ലാം എടുക്കണമെന്നുണ്ടാവും, എക്സ്പെഷ്യലി ന്യൂ മോംസിന്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ അവിടെ നിന്ന് മേടിച്ചത്. റേറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഓരോ സാധനങ്ങൾക്കും നല്ല റേറ്റ് ഉണ്ടായിരുന്നു അത്യാവശ്യം. ഇപ്പോൾ ഇത്രയും സാധനം മേടിച്ചപ്പോൾ തന്നെ എനിക്കൊരു 5,000 ആയി.
പിന്നെ നമ്മൾ ഓൺലൈനിൽ നിന്ന് മേടിക്കണമെങ്കിൽ ഇത്ര റേറ്റ് ആവില്ല, പക്ഷെ നമുക്ക് ക്വാളിറ്റിയുടെ കാര്യത്തിൽ പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് നമ്മുടെ ഫസ്റ്റ് ബേബി ആയതുകൊണ്ട് നമുക്ക് ക്വാളിറ്റിയുടെ കാര്യത്തിലൊരു പേടി ഉണ്ടാവും. അതാണ് ഞാൻ ഷോപ്പിൽ തന്നെ പോയി മേടിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.